മടിയൻകുലം ക്ഷേത്രത്തിൽ പെരട്ടൂർ ഭഗവതി അമ്മയുടെ പള്ളിയറ സമർപ്പണം നടന്നു. വെള്ളിക്കോത്ത് അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയാണ് പള്ളിയറ പുനർനിർമ്മിച്ചു നൽകിയത്. ഉത്തര കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ പ്രശസ്തമായ മടിയൻകുലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളും കഴകങ്ങളും ദേവസ്ഥാനങ്ങളും കൂട്ടായ്മകളും വ്യക്തികളും തങ്ങളുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി വെള്ളിക്കോത്ത് അതിയാൽ തെരു ശ്രീ ചൂളിയാർ ഭഗവതി ദേവസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്ന അംഗങ്ങളുടെ സഹായത്തോടെ മടിയൻകുലത്തെ പെരട്ടൂർ ഭഗവതി അമ്മയുടെ ആരൂഢമായ ശ്രീകോവിൽ പുതുക്കി പണിത ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന സമർപ്പണ ചടങ്ങ് നടന്നു. വെള്ളിക്കോത്ത് അതിയാൽ തെരു ശ്രീ ചൂളിയാർ ഭഗവതി ക്ഷേത്ര ആചാരസ്ഥാനികർ, മടിയൻകുലം മേൽശാന്തി തെക്കില്ലം മാധവൻ നമ്പൂതിരി എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിലാണ് ശ്രീകോവിൽ സമർപ്പണ ചടങ്ങ് നടന്നത്. ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉപക്ഷേത്രമായ ശ്രീ പെരട്ടൂർ ഭഗവതി അമ്മയുടെ ദേവസ്ഥാനത്തിൻ്റെ പുനർനിർമ്മാണ പണി അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ദേവസ്ഥാന കമ്മിറ്റിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ പണിയൊക്കെ വളരെ ഭംഗിയായി പൂർത്തിയാക്കി ഇന്ന് ഈ നവീകരണത്തിന് മുമ്പായി ക്ഷേത്ര കമ്മിറ്റി ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം രണ്ട് തരത്തിലുള്ള സന്തോഷമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ പൂരം തുടങ്ങുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാ വർഷവും ദീപം തിരിയും കൊണ്ടുപോകുന്ന പോലെ ആ ഒരു വിശേഷം തന്നെയാണ്. പിന്നെ അതേ ദിവസം തന്നെ ഇത് നമ്മൾ കൈമാറ്റം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ പരമാവധി ആൾക്കാർ വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ ഒരു ദിവസം തന്നെ ഇത് കൈമാറണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഇവരെ വിളിച്ച് ഏർപ്പാടാക്കിയത്. ബഹുമാനപ്പെട്ട ക്ഷേത്രം മേൽശാന്തി, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ നിർമ്മാണ ചുമതലയുള്ള കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ ശ്രീ ചൂളിയാർ ഭഗവതി ദേവസ്ഥാനം ആചാരക്കാർ കമ്മിറ്റി ഭാരവാഹികളെ, സമുദായങ്ങളെ, നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങിനെ പറ്റി ഇവിടെ രണ്ടാളും സൂചിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് ഈ നിർമ്മാണം പൂർത്തിയായ ശ്രീ പെരട്ടൂർ ഭഗവതി അമ്മയുടെ ഉപക്ഷേത്രം നമ്മൾ അത് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയാണ്. വെള്ളിക്കോത്ത് അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് എൻ നിത്യാനന്ദൻ, സെക്രട്ടറി സി അശോകൻ, ഗജാൻജി, MV സന്തോഷ് തുടങ്ങിയവരും ക്ഷേത്ര മറ്റ് ഭാരവാഹികളും ഭക്തജനങ്ങളും നേതൃത്വം നൽകി. മടിയൻകുലം ക്ഷേത്ര ട്രസ്റ്റി ചെയർമാൻ VM ജയദേവൻ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ തോക്കാനം ഗോപാലൻ, ട്രസ്റ്റിമാരായ NV ബേബിരാജ്, V നാരായണൻ, KV അശോകൻ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ P വിജയൻ തുടങ്ങിയവരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും മറ്റ് ഭക്തജനങ്ങളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.